3 മലമടക്കുകളിലായി 9 ഹെയർപിൻ വളവുകളും 12 കിലോമീറ്റർ നീളവുമുള്ള ഒരു കാനനപാതയാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ചുരം കയറി എത്തുന്നത് വയനാട് ലക്കിടി എന്ന സ്ഥലത്തേക്കും. കോഴിക്കോടിനെയും വയനാടിനെയും കൂടാതെ കേരളത്തെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു അത്ഭുത പാതയാണ് താമരശ്ശേരി ചുരം. ഈ ചുരത്തിൻ്റെ പകുതി എത്തുമ്പോൾ നമുക്ക് കോഴിക്കോട് നഗരത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. താമരശ്ശേരി ചുരത്തിൻ്റെ ഉത്ഭവം ഒരു ചതിയുടെ കഥയാണ് പറയുന്നത്. പാത നിർമ്മിച്ചതിന് ശേഷം സ്ഥിരമായിട്ട് വണ്ടികളൊക്കെ കൊക്കയിലേക്ക് മറിയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ കാരണം പ്രേതശല്യമാണെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. താമരശ്ശേരി പാത കണ്ടുപിടിച്ചത് പണിയഗോത്ര വിഭാഗത്തിലെ കരിന്തണ്ടൻ മൂപ്പനായിരുന്നു. അദ്ദേഹത്തെ ചതിയിലൂടെ കൊലപ്പെടുത്തിയതിൻ്റെയും പ്രേതശല്യത്തിൻ്റെയും കഥയാണ് തലമുറകളായി ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചുരം കയറിയെത്തുന്ന ലക്കിടി എന്ന സ്ഥലത്താണ്. ഇവിടെയാണ് കരിന്തണ്ടൻ മൂപ്പൻ്റെ സ്മാരകം നിലനിൽക്കുന്നത്. 1799 കാലഘട്ടത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. വയനാടൻ കാടുകളിൽ താമസിക്കുന്ന പണിയർ എന്ന ഗോത്ര വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു കരിന്തണ്ടൻ മൂപ്പൻ. കാടുകളിൽ കന്നുകാലി മേയ്ക്കലായിരുന്നു കരിന്തണ്ടൻ്റെ പ്രധാന ജോലി. പ്രകൃതിദത്തമായി ലഭിച്ച കാരിരുമ്പിൻ്റെ കരുത്തുള്ള ശരീരം, തലമുറകളായി കൈമാറിക്കിട്ടിയ അധികാരത്തിൻ്റെ വള ഇടം കൈയിൽ, ഗോത്രാധികാരത്തിൻ്റെ അധികാരമായി കിട്ടിയ പട്ട് ഇടം തോളിൽ, കരിമ്പാറയിൽ കൊത്തിയെടുത്ത മികവാർന്ന ശില്പം പോലൊരു യുവാവ്. ഇങ്ങനെയൊക്കെയാണ് ഇന്നും പണിയരുടെ പാട്ടുകളിൽ കരിന്തണ്ടൻ ജീവിക്കുന്നത്. മലമടക്കുകളിൽ നിന്നും തൻ്റെ കന്നുകാലികളുമായി മലയിറങ്ങി വരുന്ന കരിന്തണ്ടൻ മൂപ്പൻ നാട്ടുകാരുടെയും നാട്ടുപ്രമാണിമാരുടെയും ഒക്കെ പരിചയക്കാരനായിരുന്നു. വയനാടൻ മലനിരകളിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ കൊള്ളയടിക്കാൻ വഴിതേടി ബ്രിട്ടീഷുകാർ ആദ്യം സമീപിച്ചത് അടിവാരത്തെ പ്രമാണിമാരെയായിരുന്നു. എന്നാൽ കാടിനെ ദൂരെ നിന്ന് കണ്ട് മാത്രം പരിചയമുള്ള നാട്ടുപ്രമാണിമാർക്ക് സായിപ്പുമാരുമായി അധിക ദൂരം മല കയറാൻ കഴിഞ്ഞിരുന്നില്ല. പ്രദേശവാസികളായ പല പ്രമാണിമാരെയും ബ്രിട്ടീഷുകാർ സമീപിച്ചിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം. വയനാടൻ മലനിരകൾ കീഴടക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചതിൽ സാമ്പത്തിക നേട്ടം മാത്രമായിരുന്നില്ല ലക്ഷ്യം. മറിച്ച് മൈസൂരിലെ ടിപ്പുവിൻ്റെ അടുത്ത് പടയോട്ടം നടത്താൻ വയനാടൻ മലനിരകൾ താണ്ടിയാൽ എളുപ്പമാണെന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞിരുന്നു. വയനാടൻ മലനിരകൾ എങ്ങനെയും താണ്ടണമെന്ന ബ്രിട്ടീഷുകാരുടെ ശാഠ്യമാണ് നാട്ടുപ്രമാണിമാർ കരിന്തണ്ടനെ കാട്ടിക്കൊടുക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അന്ന് ആ കാടുകളുടെ അധിപനായിരുന്നു കരിന്തണ്ടൻ. കാടു താണ്ടാൻ ബ്രിട്ടീഷുകാർ കരിന്തണ്ടൻ്റെ സഹായം തേടി. കാടിനെ സ്വന്തം കൈരേഖകളേക്കാൾ നന്നായി അറിയാമായിരുന്ന കരിന്തണ്ടൻ അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാർ ദിവസങ്ങളെടുത്തിട്ടും നടക്കാത്ത കാര്യം കരിന്തണ്ടനെ ഉപയോഗിച്ച് മണിക്കൂറുകൾ കൊണ്ട് സാധിച്ചു. 3 മലകളും കടന്നവർ വയനാടൻ കുന്നുകളുടെ മുകളിലെത്തി. ചുറ്റിനും കനകം വിളയുന്ന കാടുകൾ, അതിനപ്പുറം ടിപ്പുവിൻ്റെ സാമ്രാജ്യം. ദക്ഷിണേന്ത്യ തങ്ങളുടെ കാൽക്കീഴിലായി എന്നവർ ഊറ്റം കൊണ്ടു. ആ സന്തോഷത്തിനിടയിൽ കേവലം ഒരു വനവാസിയുടെ സഹായം തേടിയതിൽ അവർ നിരാശിച്ചു. നാളെ ചരിത്രം കരിന്തണ്ടനെ വാഴ്ത്തുമെന്ന് അവർ ഭയന്നു. പാത കണ്ടെത്തിയെങ്കിലും ഇതുവഴി റോഡ് നിർമ്മിക്കാൻ കരിന്തണ്ടൻ സമ്മതിക്കില്ല. കാരണം നമ്മുടെ മണ്ണും മരങ്ങളും തീണ്ടരുത് എന്ന ഉറപ്പിന്മേലായിരുന്നു കരിന്തണ്ടൻ മല കയറാൻ തുടങ്ങിയത്. മാത്രമല്ല, ശത്രുക്കൾക്കും കരിന്തണ്ടൻ ഈ വഴി കാട്ടിക്കൊടുക്കാൻ സാധ്യത ഉള്ളതിനാൽ കരിന്തണ്ടനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു. ശക്തി കൊണ്ട് കരിന്തണ്ടനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്ന അവർ ചതിയിലൂടെ കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചു. വിശ്രമവേളയിൽ കരിന്തണ്ടനെ വകവരുത്താൻ ബ്രിട്ടീഷുകാർ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരുന്നു. തൻ്റെ അധികാരവള നഷ്ടമായാൽ മാത്രമേ കരിന്തണ്ടൻ്റെ മാനസിക ശക്തി ക്ഷയിക്കൂ എന്ന് പ്രമാണിമാർക്ക് അറിയാമായിരുന്നു. എന്നും കിടന്നുറങ്ങുമ്പോൾ ഊരിവെക്കുന്ന വള പിറ്റേന്ന് കുളി കഴിഞ്ഞേ കരിന്തണ്ടൻ ധരിക്കാറുള്ളൂ. ഈ അവസരമാണ് അവർ കരുതിക്കൂട്ടിയത്. അങ്ങനെ രാത്രി വനത്തിലെ വിശ്രമത്തിനിടെ നാട്ടുപ്രമാണിമാരിൽ ഒരാൾ ആ വള മോഷ്ടിച്ചു. പിറ്റേന്ന് വള കാണാതെ അതിൻ്റെ പരിണിത ഫലങ്ങൾ ആലോചിച്ച് തളർന്നിരുന്ന കരിന്തണ്ടനെ ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നു. വന്യമൃഗം ആക്രമിച്ച് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് മൃതദേഹം പണിയർക്ക് തന്നെ തിരിച്ചു നൽകി. ബ്രിട്ടീഷുകാർ താമരശ്ശേരി ചുരം പണിതു തീർന്നു. വനവിഭവങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. മല കയറി വരുന്ന കാളവണ്ടികൾ കൊക്കയിലേക്ക് പതിക്കുന്നത് നിത്യസംഭവമായി തുടങ്ങി. അങ്ങനെ നാട്ടുപ്രമാണിമാർ മന്ത്രവാദിയെ കാണാനായി ആലോചിച്ചു. മന്ത്രവാദിയാണ് അപകടങ്ങൾക്ക് കാരണം കരിന്തണ്ടൻ്റെ ആത്മാവാണെന്നും ചതിയിലൂടെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും പുറം ലോകത്തെ അറിയിച്ചത്. പ്രതികാരദാഹിയായ ആത്മാവിനെ അതിശക്തമായ മന്ത്രോച്ചാടനത്തിലൂടെ ആവാഹിച്ച് മരത്തിൽ ചങ്ങലയാൽ തളച്ചു.
ഇതാണ് ലക്കിടിയിലെ ചങ്ങല മരം. ഈ മരത്തിലാണ് കരിന്തണ്ടൻ്റെ ആത്മാവിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. പണിയ ഗോത്രത്തിലുള്ളവർക്കും ചുരമിറങ്ങുന്നവർക്കും കാവലാളായി ഈ ജനയിതാവ് ഇന്നും ഇവിടെയുണ്ട്. ഗോത്രവിഭാഗത്തിലുള്ളവർ അദ്ദേഹത്തെ ദേവതുല്യനായി കണ്ട് പൂജകൾ ചെയ്യുകയും നിത്യം വിളക്ക് വയ്ക്കുകയും ചെയ്യുന്നു.